വിഷേട്ടാ, പ്രചരണം അതിവേഗം നീങ്ങുകയാണ്, താരമല്ല തരംഗമായി മാറുകയാണ് എന്നുള്ളതാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിലെല്ലാം കാണുന്നത്. ഇതിനിടയ്ക്ക് ഈ വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, അതൊരു വ്യാജ വാർത്തകളടക്കം പ്രചരിക്കുന്നു. 24-ന്റെ തന്നെ ഒരു ബാനറിൽ തന്നെ അത്തരം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ഘട്ടങ്ങളടക്കം ഉണ്ടാവുകയും ചെയ്തു. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? എന്താണ്? അല്ല, അത് നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനും പല തരത്തിൽ ഇങ്ങനെ വ്യാജ വാർത്തകൾ വരുന്നു. അതിനൊക്കെ കൗണ്ടർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. കാര്യം ഇവര് അത്ര വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതാണ് ഈ വ്യാജ വാർത്ത എടുക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ കുറെ കൂടെ ഒത്തന്റിക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ കൊടുത്തു, എന്റെ മുമ്പിൽ വെച്ച് വലിച്ചു കയറി കളഞ്ഞു, പിന്നെ മീൻ വെള്ളം ഒഴിച്ചു. അത് പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ 24-ന്റെ ആ എംബ്ലം വെച്ചുകൊണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിനെ ആദ്യം അദ്ദേഹത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകളായിരുന്നു നമ്മുടെ ആൾക്കാർക്ക് കാണാൻ പറ്റിയത്. അവർ പറയുന്നു, പിന്നെ മുകേഷ് MLA ചെയ്തതുപോലെ ആരും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളതാണ്. അച്ഛൻ അങ്ങനെ ചെയ്തത് വളരെ തെറ്റായിപ്പോയി, അച്ഛൻ വരട്ടെ, ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്നപ്പം അദ്ദേഹം തരാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു, കുറച്ച് മദ്യപിച്ചു പോയി, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അങ്ങനെയൊന്നും ഉള്ളൊരു സംഭവമല്ല എന്ന് പറഞ്ഞിട്ട് എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് കുറെ ചീത്തയും. ഞാൻ പറഞ്ഞു, അതെല്ലാം കട്ട് ചെയ്ത് കളയണം. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടാക്ടിക്സ് അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങ് കുന്നംകുളത്ത് 15 കൊല്ലം മുമ്പ് 3 സ്ത്രീകളുടെ ഫോട്ടോ എടുത്തിട്ട് അവരാണ് ഒഴിച്ചതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോസ്റ്റ് ചെയ്തു. അവിടുത്തെ സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ മിനിസ്റ്റർ, അദ്ദേഹം എന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ സ്ത്രീകളുടെ വീട്ടിലോട്ട് പോവുകയാണ്, ആ പെൺകുട്ടികളുടെ വീട്ടിലോട്ട് പോവുകയാണ്, അവര് ഭയങ്കര നിരപരാധികളാണെന്ന് പറയുകയാണ്, അപ്പോൾ അവര് നിയമ നടപടിക്ക് പോകുമെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ എന്തായാലും ഒരു പണ്ടത്തെ പോലെ അല്ലല്ലോ, 2 മിനിറ്റിനകം കണ്ടുപിടിക്കും. കഴിഞ്ഞ ഇലക്ഷന് 2 സ്ത്രീകൾ പേരുമൊക്കെ ഉൾപ്പെടുത്തി വീഡിയോയിൽ വരികയാണ്, ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ മുകേഷ് ഞങ്ങൾ വോട്ട് ചെയ്യില്ല. 2 സ്ത്രീകൾ, ഭയങ്കര വാചകം. അവസാനം അന്വേഷിച്ചപ്പം ഇവർക്ക് ജീവനെന്നല്ല, ഇനി എന്തുണ്ടെങ്കിലും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരാൾ എരവിപുരം മണ്ഡലത്തിലും ഒരാൾ ചവറ മണ്ഡലത്തിലുള്ളതാണ്. ഇവർക്ക് ഏത് നിയമം അനുസരിച്ച് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതെല്ലാം തന്നെ പൊളിഞ്ഞ് അടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും വ്യക്തിഹത്യം പാടില്ല. ഇതേ കണക്കുള്ള ചീപ്പ് ടെക്നിക്ക്, അതുപോലെ നമുക്ക് വേറെ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ടല്ലോ. മുകേഷിനെ സംബന്ധിച്ചാണെങ്കിൽ വ്യക്തിഹത്യ അത് വളരെ രീതിയിൽ ഈ പ്രതിയോഗികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങളിലാണ്. അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, അവരുടെ അടുത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വ്യക്തിത്വം ഉള്ളതുകൊണ്ടാണല്ലോ വ്യക്തിഹത്യ നടത്തുന്നത്. ചുമ്മാ ഒരാളുടെ അടുത്ത് ഹത്യ നടത്തി കഴിഞ്ഞാൽ വ്യക്തിയില്ലല്ലോ. അപ്പം ഒരു സ്ഥലത്ത് സ്റ്റേണായിട്ട് നിൽക്കുന്ന LDF ഭരണം, LDFന്റെ പ്രസക്തി, ഇപ്പോൾ LDF ജയിക്കേണ്ട ആവശ്യകത, ഇതെല്ലാം തന്നെ അറിയാം. അപ്പോൾ അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു വേവലാതിയോ ഒരു ഭയമോ ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എത്രയോ ഡീസന്റായിട്ട് ഞാൻ കൊല്ലത്ത് 2 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. 2ഉം എന്റെ ഏറ്റവും നല്ല പെരുമാറ്റമായിരുന്നു എതിർ സ്ഥാനാർത്ഥികളോട്. ഇപ്പോഴും എതിർ സ്ഥാനാർത്ഥി ഒരാൾ വന്നിട്ടില്ല, അതിന് ആരാന്നോ നമുക്ക് അറിഞ്ഞൂടാ. എല്ലാവരുടെയും സൗഹൃദം സ്ഥാപിക്കായിരുന്നു. ഇവരൊന്ന് ഹിന്ദി വന്നിരുന്നെങ്കിൽ. ഹിന്ദു ഇല്ല, അവര് ഇവിടെ നമ്മുടെ LDFന് അറിഞ്ഞൂടാ, UDFന്ന് ആരെങ്കിലും പറയണം ഇന്നാരും. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്ക് സൗഹൃദ മത്സരം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അഥവാ വ്യക്തിഹത്യ നടത്തിയാലും കൊല്ലത്തുള്ള ആൾക്കാർക്ക് അറിയാം എത്രമാത്രം അതിനകത്ത് സത്യമുണ്ടെന്നും. ഇനി അഴിമതി വന്നാലും അവർക്കറിയാം, അഴിമതി ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഉണ്ടാവത്തില്ല. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. മുഖമില്ലാതെ ഒളിവിലിരുന്നു കൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരോടെ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങളെ ജനം പൂർണ്ണമായും തള്ളിക്കളയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ ഇംഗ്ലീഷിൽ അവർക്കൊരു വാക്കുണ്ട്, ഭീരുക്കൾ. ഇംഗ്ലീഷ് അല്ലേ അത്? ഇംഗ്ലീഷിൽ അത് തന്നെ തോന്നുന്നു. മുന്നോട്ട് വരട്ടെ, നേർക്ക് നേർ. ഇപ്പം ഒരു പിന്നെ UDFലെ ഒരു നേതാവ്, ആരാന്ന് ഞാൻ പറയുന്നില്ല, 1748 കോടി രൂപയുടെ വികസനം നമ്മൾ കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവന്നു, കണക്ക് സഹിതം അവതരിപ്പിച്ചപ്പോൾ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം 2-3 ദിവസം അതിന്റെ പുറകെ പോകാമല്ലോ. അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, സംവാദത്തിന് തയ്യാറാകുന്നതിന് മുമ്പ് നിങ്ങൾ അവിടുത്തെ സാംസ്കാരിക സമുച്ചയം മായ്ച്ചു കളയണം, ഓപ്പൺ യൂണിവേഴ്സിറ്റി മായ്ച്ചു കളയണം,
പെരുമൺ പാലം മായ്ച്ചു കളയണം, ലിങ്ക് റോഡ് പാലം മായ്ച്ചു കളയണം, ജില്ലാ ആശുപത്രി മായ്ച്ചു കളയണം. അങ്ങനെ മായ്ച്ച് അവസാനം വന്നെങ്കിലേ വിജയത്തിന്റെ ഏതെങ്കിലും ഒരു കണീക നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓരോ ഘട്ടങ്ങളും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് ഇടതുമുന്നണി കൊല്ലത്ത് ആദ്യം മുതൽ പറയുന്നത്. ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും അവർ കാണുകയല്ലേ. അവരിപ്പം മറ്റേ ഈ സ്ഥാനാർത്ഥിയെ പറ്റി സ്ഥിരമായിട്ട് പറയുന്ന ഒരു അഭിഖ്യാതിയുണ്ട്. അതിപ്പം UDF-ലും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ LDF-ല് ഒരു കാരണവശാലും ഇയാളൊന്നും ചെയ്തിട്ടില്ല, ഇയാൾ എന്തോ ചെയ്തെന്നാ എന്ന് പറയുന്നില്ല. കാര്യം പറയാൻ പറ്റത്തില്ല. അപ്പൊ അതങ്ങോട്ട് വിഴുങ്ങുക. ഭയങ്കര അഴിമതിയാടെ പറയുന്നില്ല, നടക്കത്തില്ല. മതേതരത്വം ഇല്ല, അയാള് ഭയങ്കര ഒരു ജാതി മാത്രം പറയത്തില്ല. സ്വജനപക്ഷപാതം, സ്വന്തം കാര്യം എന്താ കാര്യം എല്ലാം ഗവൺമെന്റ് കയറ്റി കഴിഞ്ഞു പറയത്തില്ല. അപ്പോൾ ഒരു കാര്യവും പറയാനില്ലാതെ വരുമ്പോൾ മീൻവെള്ളം ഇങ്ങനെ കൊണ്ടുവരികയാണ്. പിന്നെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം, മീൻവെള്ളം എന്താ മോശമാണ്? ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ എന്നെ തോപ്പിക്കാൻ വേണ്ടി നേതാക്കന്മാർ വന്ന് കടലിൽ ചാടിയില്ലയോ? അപ്പം മീൻ നല്ല സ്മെല്ലായിരുന്നു. ഇപ്പം എന്റെ പുറത്തൊഴിച്ചപ്പം മീൻവെള്ളം മോശം. അത് ഒരു മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അവരെ ജോലി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതെല്ലാം മാറ്റിവെച്ചിട്ട് സ്ട്രൈറ്റ് നല്ല രീതിയിൽ മത്സരിക്കണം, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ചോദിക്കട്ടെ, ഈ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോയ ശീലം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മണ്ഡലങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലേക്ക് ഓടുന്ന ആ അനുഭവം ഇങ്ങനെയുണ്ട് ഇപ്പം? അല്ല, അത് 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇതിപ്പം കുറച്ച് വിസ്തീർണമാണ്, മണ്ഡലങ്ങൾ ഒരുപാടുണ്ട്. നല്ല പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ 39 ഡിഗ്രി സെന്റിഗ്രേഡേ ഉള്ളൂ. അതുകൊണ്ട് നല്ല സുഖമാണ്. ചൂട് കൂടുന്നതനുസരിച്ച് ഈ ഉള്ളിലെ ചൂടും കൂടുന്നുണ്ടോ? ഇല്ല, ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഭയങ്കര ചൂടെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ കാണാൻ വരുന്നവരും റോഡിൽ നിൽക്കുന്നവരും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ ഇലക്ഷന്റെ ഒരു പ്രസക്തി പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ചൂടുണ്ടല്ലോ. അപ്പൊ പ്രകൃതിയുടെ ചൂട് വളരെ തണുപ്പായിട്ടാണ് തോന്നുന്നത്. ഈ ചൂടാണ് പ്രധാനം.